മുഖ്യമന്ത്രി നിയമസഭയിൽ SFIയുടെ കാര്യവട്ടം ക്യാമ്പസിലെ ഏറ്റവും ഒടുവിലത്തെ ആക്രമണത്തെക്കുറിച്ച് ഈ പ്രമേയ ചർച്ച അദ്ദേഹം നൽകിയ മറുപടിയിൽ വിദ്യാർത്ഥികളല്ലേ, എല്ലാവരും വിദ്യാർത്ഥി കാലഘട്ടം കഴിഞ്ഞു വന്നിട്ടുള്ളവരല്ലേ, കുട്ടികളല്ലേ, അവർക്ക് തെറ്റുകൾ പറ്റാം, ഉണ്ടെങ്കിൽ തിരുത്താം എന്ന ധ്വനിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം വന്നപ്പോൾ ഒരു തെറ്റ് മനസ്സിലാക്കാം, രണ്ട് തെറ്റ് മനസ്സിലാക്കാം, മൂന്നാമത്തെ മനസ്സിലാക്കാം. പക്ഷെ തെറ്റുകൾ തന്നെ ഒരു സംഘടന, ഒരു വിദ്യാർത്ഥി സംഘടന ആവർത്തിക്കുമ്പോൾ അതിന് അടിസ്ഥാനപരമായുള്ള ഒരു വീഴ്ചയുണ്ട് എന്നതാണ്. ആ അടിസ്ഥാനപരമായ പ്രശ്നം അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്ക് കിട്ടുന്ന അൺഡ്യൂ പ്രൊട്ടക്ഷനാണ്, ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന സംരക്ഷണമാണ്. ഇന്ന് മുഖ്യമന്ത്രി ഇതെല്ലാം പറയുമ്പോഴും SFIയെ ന്യായീകരിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള വാക്കുകളാണ് അദ്ദേഹം പിന്നെയും ആവർത്തിക്കുന്നത്. അത് ഈ സംഘടനയ്ക്ക് ഇനിയും ഇതുപോലെയുള്ള അതിക്രമങ്ങൾക്ക് നൽകാൻ അല്ലെങ്കിൽ ചെയ്യാൻ അവർക്ക് പ്രോത്സാഹനം നൽകുന്ന ഒന്നായി മാറുകയാണ്. സിദ്ധാർത്ഥന്റെ എപ്പിസോഡ് കഴിഞ്ഞ് അടുത്തൊരു ഇഷ്യൂവിലേക്ക് വരുമ്പോൾ ഇന്നലെ ഈ വിഷയം പുറത്തറിഞ്ഞ് ബഹുമാനായ MLA അടക്കം അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഈ വയനാട്ടിലുണ്ടായ സിദ്ധാർത്ഥന്റെ അതേ അനുഭവം ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരത്തും കാര്യവട്ടത്തും ആവർത്തിക്കുന്ന സാഹചര്യം വരുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇത് തുടർച്ചയായി വരുന്നു. SFI വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമം കാണിക്കുന്നു, അധ്യാപകർക്ക് നേരെ അതിക്രമം കാണിക്കുന്നു, കൊലവിളിയാണ് നടത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന പ്രശ്നമുണ്ടല്ലോ, ഒരു SFI നേതാവ് അധ്യാപകരെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്, കൊന്നുകളയുമെന്ന രീതിയിലുള്ള ഭീഷണിയാണ് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഒരു ജനാധിപത്യ രീതിയിൽ നമ്മുടെ ക്യാമ്പസുകളിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് നിയമസഭയിൽ ഇന്ന് ഉന്നയിക്കുകയും അത് ഇന്ന് സഭ പ്രക്ഷുബ്ധമാകാനുള്ള കാരണം ഭരണപക്ഷത്തിൻ്റെ അസഹിഷ്ണുത നിറഞ്ഞ നിലപാടാണ്. അതുകൊണ്ടാണ് ഇന്ന് വളരെ ശക്തമായ നിലയിൽ സഭ പ്രക്ഷുബ്ധമായി സ്തംഭിക്കുന്ന നിലയിലേക്ക് ഇന്ന് മാറിയത്.